നിങ്ങളൊന്നും പഠിക്കേണ്ട, അവൻ മാത്രം പഠിച്ചാൽ മതി എന്ന് പറയാനുള്ള നട്ടലുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഇപ്പം ഞാൻ പറയുന്നത് മനസ്സിലായല്ലോ, ആ നട്ടലെന്ന് പറഞ്ഞതിനൊരു ഇതുണ്ട്. അതുകൊണ്ട് ഞാൻ അഭിമാനിക്കുകയല്ല എന്നെ മാത്രമല്ലേ സെലക്ട് ചെയ്തത്, അതല്ല. നോക്കണം കുട്ടികളുടെ മക്കൾക്ക്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, മക്കൾക്ക് എന്താണ് അവരുടെ അഭിരുചി, ആ അഭിരുചിക്ക് അനുസരിച്ച വിധത്തിൽ നമ്മൾ വിദ്യാഭ്യാസവും ചെയ്ത് കൊടുപ്പിക്കുകയാണെങ്കിൽ തങ്കം പോലെ അവർ ഷൈൻ ചെയ്യും, അല്ലെങ്കിൽ ഡയമണ്ട് പോലെ അവർ ഷൈൻ ചെയ്യും. ആരും ഇതില്ലാതെ വരുമ്പോഴാണ് ഫ്രസ്ട്രേഷൻസും അതും ഇതുമൊക്കെ വന്ന് എനിക്കൊന്നാകാനത്തില്ല. പിന്നെ എനിക്ക് ഈ യങ്ങർ ജനറേഷനോട് പറയാം, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ അന്വേഷിക്കുക, നിങ്ങളുടെ ഉള്ളിലോട്ട് നിങ്ങൾ ഇരുന്ന് നോക്കുക. ഞാൻ എന്തിനാണ് ഇവിടെ വന്നേ, ഞാൻ എന്താവണം. നിങ്ങൾ രജനീകാന്തിനെയോ കമലഹാസനെയോ നസീർ സാറിനെയോ അല്ലെങ്കിൽ മമ്മൂട്ടിയോ അല്ല കണ്ട് രസിച്ചോളൂ, അത് വേറെ കാര്യം. കേട്ട് രസിച്ചോളൂ, അത് വേറെ കാര്യം. പക്ഷെ നിങ്ങളാകാൻ ശ്രമിക്കരുത്. നിങ്ങൾക്കൊരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, അത് നിങ്ങൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ വിജയിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ആരും അല്ലാണ്ടായിപ്പോൾ. എനിക്കിഷ്ടപ്പെട്ട 1000 പാദസരങ്ങൾ കിലുങ്ങി എന്ന ഗാനം ഒന്ന് ആലപിക്കാമോ? 1000 പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി, ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി 1000 പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി എന്നാണ്. അത് ഒരുപാട് പേര് കേട്ട് ആസ്വദിച്ചാണ്. അപ്പം അതിന് ഒരു ചെറിയ അക്ഷരം മാറ്റേണ്ടിയിരിക്കണു എന്ന് പറയുമ്പോൾ വയലാറിൻ്റെ അക്ഷരം മാറ്റുമെന്ന് ചോദിച്ചേക്കാം. അല്ല, ഇപ്പോഴത്തെ നിലവാരത്തിന് അവിടുത്തെ കമ്പനികൾ നമ്മുടെ സുന്ദരിയായ ആലുവ പുഴയെ നശിപ്പിച്ചതിന് 1000 പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകുമോ എന്ന് മാത്രമേ. ഇനി എല്ലാത്തിനും നിങ്ങളെല്ലാം ഓ എന്ന് ചേർത്താൽ മതി. അദ്ദേഹം എഴുതിയിരിക്കുന്നതിൻ്റെ ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകുമോ, ഇനി എല്ലാം ആക്കിക്കോളൂ. ഇതാണ് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ. എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കില്ലേ പല കളറൊക്കെ ഇട്ടിട്ട്, ആ സ്ഥിതി ആയിട്ടുണ്ട് അവിടുത്തെ വെള്ളം. കെമിക്കൽസ് ഇങ്ങനെ വന്നിട്ട്. ഇത് വാസ്തവത്തിൽ ഇതിൻ്റെ എന്താണ് എൻവയറമെൻറ്റിന് കുറേ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരുടെ അശ്രദ്ധ കൊണ്ടാണോ അതിനെ മറ്റുള്ളവർക്ക് കൈക്കൂലി കൊടുത്തിട്ട് ഈ കമ്പനിക്കാർ വേണ്ടിയത് ചെയ്യാത്തത് കൊണ്ടാണോ ഇന്ന് അവിടെ താമസിക്കുന്നവർക്ക് പോലും രോഗങ്ങളും, ആ വെള്ളത്തിൽ ഒരു മത്സ്യമില്ല, നമ്മുടെ വളരെ റെയറായിട്ടുള്ള മത്സ്യങ്ങൾ പോലും നശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.